കരിങ്കൊടി കാണിക്കാൻ മുഖ്യമന്ത്രി SFIക്കാരെ പറഞ്ഞു വിട്ടു. അവരെ പാനെ തേനെ ചക്കരെ എന്ന് പറഞ്ഞിട്ടാണ് പോലീസ് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയത്. കരയിലെ മോളെ എന്ന് പറഞ്ഞിട്ടാണ്. ഞാനത് ഒരു ഫീഡിംഗ് ബോട്ടിലൂടെ കൊടുക്കേണ്ടായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ സമരം നടത്തിയ SFI സംസ്ഥാന സെക്രട്ടറിക്ക്. അതുപോലെയാണ് പോലീസ് ചേർത്ത് കൊണ്ടുപോയത്. ഞങ്ങളുടെ കുട്ടികളോട് അതാണോ പോലീസ് ചെയ്തത്? ഇന്നും കോഴിക്കോട് KSU ജില്ലാ പ്രസിഡന്റ് ക്രൂരമായ മർദ്ദനമേറ്റ് സൂരജ് ആശുപത്രി കിടക്കുകയാണ്. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടാണ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ CCTV ക്യാമറ ഇല്ലാത്ത സ്ഥലത്തേക്ക് വലിച്ചു കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചത്. ആശുപത്രി കിടക്കുകയാണ്. SFIക്കാരോട് ചെയ്ത സമീപനമാണോ KSUക്കാരോട് യൂത്ത് കോൺഗ്രസ്സുകാരോടും ചെയ്യുന്നത്? വ്യാപകമായി അക്രമമാണ്, വ്യാപകം. കേരളം മുഴുവൻ. മുഖ്യമന്ത്രിക്ക് ഭീതി ഉണ്ടോ എന്നാണ് മുഖ്യമന്ത്രി ഭീരുവാണെന്നാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ്? ഇത്രയും പോലീസുകാരുടെ അകമ്പടി, 150 വാഹനങ്ങളുടെ അകമ്പടി, കൂടാതെ ഗുണ്ടകളുടെ അകമ്പടി, അദ്ദേഹത്തിന് എസ്കോർട്ട് പോകുന്നവർ മാരകായുധങ്ങളുമായി മുമ്പിൽ സഞ്ചരിച്ച് റോഡിൽ നിൽക്കുന്നവരെല്ലാം വീശി അടിക്കുന്നു. കേരളത്തിൽ ഏതെങ്കിലും മുഖ്യമന്ത്രി ഇതുപോലെ യാത്ര ചെയ്തിട്ടുണ്ടോ? അതിന് മറുപടിയാണ് സുധാകരനോട് ചോദിക്കാൻ, KPCC പ്രസിഡന്റിനോട്. ഞങ്ങൾ സുധാകരനോട് നേരത്തെ ചോദിച്ചിട്ടുണ്ട്. സുധാകരനും പറഞ്ഞ അദ്ദേഹം ഭീരുവാണെന്നാണ് പറഞ്ഞത്. ഭീരുവല്ലാത്ത ഒരാൾ ഇത്രമാത്രം പോലീസിന്റെ അകമ്പടിയിൽ ആര് പ്രശ്നം ഉണ്ടാക്കിയിട്ട? ഈ കുട്ടികൾ കരിങ്കൊടി കാണിക്കുന്നതുകൊണ്ടോ? ഏത് കുട്ടിയാണോ അദ്ദേഹത്തിന്റെ വാഹനത്തിന് മുമ്പിലേക്ക് ചാടി വീണത്? വാഹനത്തിന് മുമ്പിലേക്ക് ചാടി വീണത് ഗവർണറുടെ വാഹനത്തിന് മുമ്പിലേക്ക് SFIക്കാരാ. അവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ പോലീസ് പോയില്ലല്ലോ. ABVPക്കാര് വഴിയിലിറങ്ങി അടിച്ചല്ലോ. അപ്പോൾ ഇവര് രക്ഷാപ്രവർത്തനം നടത്താൻ പോയില്ലല്ലോ. അപ്പോൾ KSUക്കാരെയും യൂത്ത് കോൺഗ്രസ്സുകാരെയും അടിച്ചാൽ ആരും ചോദിക്കില്ല എന്നാണ് ധാരണയെങ്കിൽ ആ ധാരണ തെറ്റാണ്. ഇനി അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കുക തന്നെ ചെയ്യും, ഒരു സംശയമില്ല. അത് ഞങ്ങളുടെ തീരുമാനമാണ്. പക്ഷെ അപ്പോഴും ഞങ്ങളൊരു കണ്ടീഷൻ പറഞ്ഞു. കല്യാശ്ശേരി മുതൽ കൊല്ലം വരെ പോലീസ് നിഷ്പക്ഷമായി ഈ കുട്ടികളെ ഉപദ്രവിച്ചതിനെതിരായി കൃത്യമായ കേസുകൾ എടുക്കണം. കേസുകൾ എടുത്തില്ലെങ്കിൽ നിയമം ഞങ്ങൾ കയ്യിലെടുക്കുമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾക്ക് നിവർത്തിയില്ല, ഞങ്ങൾ പറഞ്ഞതാണ്. അത്രമാത്രം കുട്ടികളാണ് ജയിലിൽ കിടക്കുന്നത്, കരുതൽ തടങ്കലിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്, ക്രൂരമായ മർദ്ദനമേറ്റ് ആശുപത്രി കിടക്കുന്നത്. ഇന്നലെ ഒരു SI അല്ലേ, പുരുഷ SI അല്ലേ ഒരു പെൺകുട്ടിയുടെ വസ്ത്രം വലിച്ചു കീറിയത് തിരുവനന്തപുരത്ത്. എന്നിട്ട് 6-7 പെൺകുട്ടികളെ ഒരു കടയിൽ തടുത്തു വച്ചിരിക്കുകയാണ്. വിരട്ടാണ് അവരെ, മോശമായി സംസാരിക്കുകയാണ് അവരോട്. അതറിഞ്ഞിട്ടാണ് ഞാൻ പോയി അവരെ ഇറക്കിക്കൊണ്ടുവന്നത്. എന്നിട്ട് പൊതുമുതൽ നശിപ്പിച്ചതിന് എനിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് 1-ാം പ്രതിയായിട്ട്. എല്ലാവരുടെയും ദൃശ്യമാധ്യമങ്ങളുടെ മുന്നിലാണ് ഞാൻ അവരെ ചെന്ന് ഇറക്കിക്കൊണ്ടുപോയത്. അതിന് ഞാൻ പൊതുമുതൽ നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്കെതിരെ കേസെടുത്തിരിക്കുക. എന്നെ പേടിപ്പിക്കാമെന്ന് കരുതിയ പിണറായി വിജയൻ, കേരളത്തിലെ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, പേടിപ്പിക്കാമെന്ന് കരുതിയ കേസെടുത്തു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കുട്ടികളെ ജയിലിൽ പോവുകയാണെങ്കിൽ ആ കുട്ടികളുടെ കൂടെ പോയി ഞാൻ ജയിലിൽ പോയി കിടക്കും. എനിക്ക് ഒരു ഭീതിയില്ല. എൻ്റെ കുട്ടികളെ ഇല്ലാത്ത കേസിൽ ജയിലിലാക്കിയാൽ അവരുടെ കൂടെ ഞാനും ഉണ്ടാവും, അവരുടെ കൂടെ ജയിലിൽ. അങ്ങനെയൊന്നും ഞങ്ങളെ ഭയപ്പെടുത്താൻ നോക്കണ്ട. ജയിലിലടച്ചും ഭീഷണിപ്പെടുത്തിയും മർദ്ദിച്ചും ഗുണ്ടകളെ ഇറക്കി വിട്ടും പോലീസിനെ കൊണ്ട് ക്രൂരമായി അടിപ്പിച്ചും ഒന്നും ഈ നാണക്കേടിൽ നിന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഈ നവകേരള സദസ്സ് CPM-നും LDF-നും നാണക്കേടായി മാറി. അതുകൊണ്ട് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഗവർണറും മുഖ്യമന്ത്രിയും കൂടി ഒരു നാടകം നടത്തിയത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഇതിൻ്റെ കംപ്ലീറ്റ് അറ്റൻഷൻ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് അത് മനസ്സിലാകായിരുന്നുകൊണ്ട് നിങ്ങൾ അതിൻ്റെ പുറകെ പോയി. അതൊക്കെ നാടകങ്ങളാണ്. സർക്കാർ പ്രതിസന്ധിയിലാവുമ്പോൾ മുഖ്യമന്ത്രിയും ഗവർണറും കൂടി നടത്തുന്ന നാടകമാണ്. അവർ തമ്മിൽ ഇപ്പം സെറ്റിൽ ചെയ്യും, ഒരു സംശയവും വേണ്ട. അപ്പോൾ കേരളം മുഴുവൻ, ട്രഷറി മുഴുവൻ അടച്ചുപൂട്ടി ക്ഷേമപ്രവർത്തനങ്ങൾക്ക് പണമില്ലാതെ, വികസന പ്രവർത്തനങ്ങൾ നടത്താൻ പണമില്ലാതെ കേരളം പരമദരിദ്രമായിക്കൊണ്ട് ഏറ്റവും വലിയ ദുരിതകാലത്തേക്ക് കൂപ്പുകുത്തുമ്പോഴാണ് മുഖ്യമന്ത്രിയും സംഘവും 44 ദിവസക്കാലം തിരുവനന്തപുരത്തെ ഭരണസിരാകേന്ദ്രത്തിൽ നിന്ന് മാറി നിന്ന് ഈ ആർഭാട നാടകം, ഈ അശ്ലീല നാടകം നടത്തിയത്. ഇവരുടെ പൊയ്മുഖങ്ങൾ മുഴുവൻ അഴിഞ്ഞു വീണ് ഇവരാരാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമായ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ്.